ഓ ഇതെന്തത് ഈ നേരത്തെ ഇപ്പോൾ ആരാ വിളിക്കണേ? മനുഷ്യനോടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, ഇതാരാ? ആ, ഇത് നമ്മുടെ ലമ്മാറല്ലേ? എടാ ലമ്മാറെ, എന്താ വിളിച്ചേ? കുറെ കാലയിലോ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആടാ ഫ്രാങ്ക്ലിനെ, നമ്മളൊക്കെ സുഖം തന്നെയാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഒരു കാര്യം അറിഞ്ഞാ? നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിലെ ഒരു ബില്യണയർ ഉണ്ട്. ആ ബില്യണയർ ഒരു പുതിയ കാർ മേടിച്ചു. അത് ഏതൊരു റേർ കാറാ, അതും ബുഗാട്ടിയുടെ കാറ്. അത് ബുഗാട്ടിയുടെ ഏതാ മോഡല് അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു റേർ കാറാ. ഏ, റേർ കാറാ, അതും ബുഗാട്ടിയുടെയാ. ആ മോഡൽ ഏതാന്ന് നിനക്കറിയില്ല അല്ലേ? എന്തപ്പോ ചെയ്യണ്ടേ? അതടിച്ചു മാറ്റണ? ആടെ ഫ്രാങ്ക്ലിനെ, അതടിച്ചു മാറ്റിയാലോന്നാ ഞാൻ ആലോചിക്കണേ. നിനക്ക് പിന്നെ അറിയാലോ, എനിക്ക് കാറൊന്നും അടിച്ചു മാറ്റാൻ പറ്റില്ല, അതിന് മാത്രം ധൈര്യമില്ല. അതുകൊണ്ടാ നിന്നെ വിളിച്ചേ. ലോസ് ആൻഡസ് വരെ വരേണ്ടി വരും. ആ കാറ് പിന്നെ ഭയങ്കര റേറാ. ഏകദേശം $200 മില്യൺ ഉണ്ടാവും ആ കാറിന്. $200 മില്യൺ, അത്രയ്ക്കും റേറാ. നീ പറ്റിയെങ്കിൽ അത് അടിച്ചു മാറ്റിക്കോ. അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഇട്ടേ. ഏകദേശം $150 മില്യൺ നമുക്ക് കിട്ടും അത് വിൽക്കുകയാണെങ്കിൽ. ഏ, $150 മില്യൺ? എന്നാ ശരി, ഞാൻ നോക്കട്ടെ. ഗൈസ്, ഇവിടെ ഇപ്പോൾ ലമ്മാറ് നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. ലമ്മാറ് പറയണതേ, ലോസ് ആൻഡോസിൽ ഒരു ബില്യണയർ ഉണ്ട്. അയാൾ ഒരു പുതിയ കാർ മേടിച്ചു വന്ന്. അതൊരു ബുഗാട്ടിയുടെ കാറാണ്. ആ കാറാണെങ്കിൽ ഭയങ്കര റേറാ. ഞാനപ്പോൾ ആലോചിക്കണതേ, ആ കാറങ്ങ് അടിച്ചു മാറ്റിയാലോ ഒന്ന്. അതൊക്കെ വിൽക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് ഇട്ടേ. പക്ഷെ ലോസ് ആൻഡോസ് വരെ പോകേണ്ടി വരും. അതിപ്പോൾ സീനില്ല, നമുക്ക് ലോസ് ആൻഡോസ് വരെ പോവാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഒന്ന് റെഡിയാവാം. ഈ രൂപം ഒന്ന് മാറ്റണം. ഈ കോലത്തിൽ പോയാലേ ശരിയാവില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഞാനേ ഡ്രസ്സൊക്കെ മാറി. ഞാൻ പിന്നെ തലയിൽ ഒരു വിഗൊക്കെ വെച്ചു, പിന്നെ മാസ്കും വെച്ചു. ഇപ്പം എന്നെ കണ്ടാലേ ഒരാളും തിരിച്ചറിയില്ല. ഞാൻ പിന്നെ കുറച്ച് വെപ്പൺസും കൈപ്പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ആവശ്യം വരും, പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ നേരെ ലോസ് ആൻഡോസ് സിറ്റിയിൽ പോവാം. ഞാൻ ആദ്യം ആലോചിച്ചത് ഫ്ലൈറ്റിൽ പോയാലോന്ന്. പക്ഷെ ഇപ്പോൾ ഈ നേരത്തെ ലോസ് ആൻഡോസിലേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് കാർ എടുത്ത് പോവാം. കാറിൽ പോവാണെങ്കിൽ കുറേ ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാർ ഓടിച്ചിട്ട് തന്നെ പോവാം. ഗൈസ്, അതിനു മുൻപേ നമുക്ക് ഈ വണ്ടിയിൽ ഡീസൽ അടിക്കണ്ട. എൻ്റെ വണ്ടിയിൽ തീരെ ഡീസൽ ഇല്ല. എൻ്റെ വണ്ടി പിന്നെ ഡീസൽ വേരിയൻ്റാ. ഇന്ന് എത്ര ഡീസലിന് വില കുറഞ്ഞ? ഓ, ഇന്ന് ഡീസലിന് 90 രൂപയുള്ളോ? ഇന്ന് കുറവാണ്. എന്നാൽ പിന്നെ നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം. ലോസ് ആൻഡോസിലേക്ക് കുറേ ദൂരമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോസ് ആൻഡോസിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ലോസ് ആൻഡോസിലേക്ക് പടച്ചു വിടാം. ലെറ്റ്സ് ഗോ. 6 hours later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ലോസ് ആൻഡോസ് സിറ്റിയിൽ വന്നേക്കാ. ലമ്മാറിൻ്റെ വീടില്ലേ, അത് ഈ ഭാഗത്ത് എവിടെ ഉള്ളത്? ആ, നമുക്ക് പിന്നെ ലമ്മാറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അടിച്ചു മാറ്റാം, അതായിരിക്കും നല്ലത്. ഈ ലോസ് ആൻഡോസ് സിറ്റി പിന്നെ വലിയൊരു സിറ്റിയാ. ആ കാറ് എവിടെയാണോ ഉള്ളത്, നമുക്കത് തപ്പേണ്ടി വരും. ഒരു മിനിറ്റ്, ലമ്മാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാറില്ലേ, എന്തോ മേസ് ബാങ്ക് അരീനയാ അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. ഈ മേസ് ബാങ്ക് അരീന എവിടെയാണാവോ? നമുക്കത് പോയിട്ട് തപ്പാം. അവിടെയാണ് ആ കാറുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ മേസ് ബാങ്ക് അരീനയിൽ വന്നേക്കാ. ഇതാണ് മേസ് ബാങ്ക് അരീന. ഇനി ഇതിൻ്റെ പാർക്കിങ് എവിടെയാണാവോ? പാർക്കിങ്ങിലാവും ആ വണ്ടി ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. നമുക്കപ്പോൾ ഒന്ന് കയറി നോക്കി നോക്കാം. ആ ഗൈസ്, അത് കണ്ടില്ലേ, ആ ബുഗാട്ടി കാറ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ കാറാണ് അടിച്ചു മാറ്റണ്ടേ. ഈ ഡിഫൻഡർ അപ്പം എന്താ ചെയ്യുക? ഓ, ഡിഫൻഡർ എടുക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കാറേ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തോണ്ട് പോവാം. ലോസ് ആൻഡോസിലേക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഫ്ലൈറ്റിൽ വന്നേനെ. ആ, എന്തേലും ആവട്ടെ, ഡിഫൻഡർ ഇപ്പോൾ ഇവിടെ ഇരുന്നോളും. ഇതിപ്പോൾ ആരും അടിച്ചു മാറ്റുന്നില്ല. ഡിഫൻഡറൊക്കെ ഇവിടെ നോർമൽ കാറാണ്.
ഈ ഭാഗത്ത് പിന്നെ എനിക്കാരെയും കാണാനില്ല. അതിപ്പോ ഏതായാലും നല്ല കാര്യാ. നമുക്കിന്നെ സുഖമായിട്ട് ആ ബുഗാട്ടി കാർ അടിച്ചു മാറ്റാം. അപ്പുറത്തിപ്പുറത്തും രണ്ട് ജി വാഗൺ ഇരിക്കുന്നുണ്ട്. ജി വാഗണും ആക്ച്വലി നൈസ് കാറാ. ഇത് പക്ഷേ ഇന്ത്യയിലും കിട്ടും. ഇതിപ്പോ റയർ കാറൊന്നുമല്ല. പക്ഷേ ഈ ബുഗാട്ടി ഇല്ലേ, അത് റയറാ. നമുക്ക് ഇതങ്ങ് അടിച്ചു മാറ്റാം. ഇതെന്തത്? ഡോറ് ലോക്കാണല്ലോ. അല്ല, നീ ആരാണ്? എന്താ അവിടെ? ശരി, കാർ അടിച്ചു മാറ്റാൻ നോക്കാണല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനിപ്പോ പോലീസിനെ വിളിക്കാൻ പോവാ. ഇന്ന് മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. നിനക്ക് പിന്നെ അറിയില്ല നമ്മുടെ ബോസ് ആരാന്ന്. നീ നമ്മുടെ ബോസിന്റെ വണ്ടി അടിച്ചു മാറ്റാറയില്ലേ? നീ ആരാടാ? നീ അവിടെ നിന്ന് വരണേ? നിനക്കറിയില്ല നമ്മുടെ ബോസ് ആരാന്ന്? ആണോ? അതെ, നിന്റെ ബോസ് ഇപ്പോ ആരാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാ പിടിച്ചോ, ദേ കിടക്കണോ അവിടെ. അതെ, ഒരു കാര്യം പറയാം. എന്റെ ബോസ് ആരാന്നൊന്നും നിനക്ക് അറിയില്ല. നീ ഇപ്പൊ ചെയ്യണത് വലിയൊരു തെറ്റാ. എന്റെ ബോസ് ഇതെങ്ങാനും പറഞ്ഞാലേ പിന്നെ നിന്നെ വെറുതെ വിടില്ല. നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഒന്ന് പോയടാണെന്ന്. അതെ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല വണ്ടി അടിച്ചു മാറ്റണേ. അയാളുടെ പോക്കറ്റിൽ നിന്ന് എനിക്ക് താക്കോല് കിട്ടിട്ടാ. അതുകൊണ്ട് എനിക്ക് ഈ ഡോറ് അൺലോക്ക് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്കേ ഈ കാറ് എടുത്തോണ്ട് പോവാം. ഇവിടെ ഇപ്പോൾ ഒരാളും അറിഞ്ഞില്ല. ആ ഒരാൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അയാളെ നമ്മൾ അടിച്ചു വീഴ്ത്തിട്ടു. അയാൾക്ക് ഈ അടുത്തൊന്നും ബോധം വരില്ല. അയാൾക്ക് പിന്നെ മനസ്സിലായില്ല ഞാൻ ആരാന്ന്. ഞാൻ പിന്നെ മാസ്ക് ഒക്കെ ഇട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കേ ഈ സിറ്റിയിൽ നിൽക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. അതായിരിക്കും നല്ലത്. 2 hours later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഇന്ത്യയിൽ വന്നേക്കാ. ഞാൻ പിന്നെ ഈ കാറില്ലേ, അതൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തു. ഞാൻ ഈ വണ്ടിയുടെ കളറൊന്ന് ജസ്റ്റ് മാറ്റി. പിന്നെ ഈ വണ്ടിയിലെ വേറെ അലോയ്സും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കും മനസ്സിലാവില്ല ഞാൻ ആ കാർ അടിച്ചു മാറ്റിയെന്ന്. എന്തെങ്കിലും ആവട്ടെ, ഈ കാറിന് വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. ലമ്മാറാണോ? ലമ്മാറല്ല വിളിക്കണേ, ഇത് വേറെ ആരാ വിളിക്കണേ. ഹലോ, ആരാണ്? ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. നീ നമ്മുടെ കാർ അടിച്ചു മാറ്റാറയില്ലേ? എടാ, നീ എന്താ വിചാരിച്ചേ? കാറ് മോഡിഫൈ ചെയ്താ നമുക്ക് തിരിച്ചറിയില്ല എന്നാ? എടാ മണ്ട, ഈ കാറില്ലേ അത് ഈ ലോകത്തിലെ തന്നെ ഒരെണ്ണം മാത്രമുള്ളോ, ഒരേ ഒരു പീസുള്ളോ. ആ ഒരു കാറാണ് നീ അടിച്ചു മാറ്റിയേ. നീ ഇപ്പോൾ മോഡിഫൈ ചെയ്താലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ടായാലും ഒരു കാര്യം പറയാം, നീ ഇപ്പോൾ ചെയ്തതേ വലിയൊരു തെറ്റാ. അല്ല അമ്മാറല്ലേ നിന്നോട് പറഞ്ഞേ? അല്ല അമ്മാറിനെ നമ്മൾ വെറുതെ വിടില്ല. ലമ്മാറിപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്കടാ. എടാ ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്ക്. ഇവന്മാരെന്നെ കിഡ്നാപ്പ് ചെയ്തു. എടാ, ആ കാറ് തിരിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ പണിപ്പാളും. ഇവന്മാരിപ്പോ എന്റെ തല വെട്ടാൻ പോവാ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അങ്ങനെ ലമ്മാറിന്റെ കാര്യത്തില് തീരുമാനമായി. ഇനി അടുത്തത് നീയാണ്. ഗെറ്റ് റെഡി ടു ഡൈ.